ആരോ രാവിലെ തിരി കത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരുന്നപ്പോൾ തിരി എടുക്കാൻ മറന്നില്ല. രാവിലെ കത്തിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ കുരിശടിയിൽ പ്രാർത്ഥിച്ചു. ഇറങ്ങാണ് തിരി വേണ്ട, തിരി വേണം. അപ്പം ഇങ്ങനെ പോവാണ് കേട്ടോ. നടക്കുകയാണ്. രാവിലെ വണ്ടി എടുത്തില്ല. വണ്ടി എടുക്കാൻ സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്ത് പെട്രോളില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മടിച്ചത്. പിന്നെ വെച്ചാൽ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഇച്ചിരി ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താലോ. ഇച്ചിരി ദൂരം നടന്നാൽ മതി. അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഇച്ചിരി ദൂരമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ചിക്കൻ സ്റ്റാൾ ഇവിടെ നിറയെ സാധാരണ ഇതിൽ വരാറില്ല കേട്ടോ. ഭയങ്കര പട്ടിശല്യമാണ്. കിടപ്പുണ്ട് അപ്പുറത്ത്. വേണ്ട ശ്വാനന്മാർ 2-3 പേര് കിടപ്പുണ്ടാണ്ട്. വേണ്ട ഭയങ്കര ശല്യമാണ്. ഇപ്പുറത്തോട്ട് മാറിയേക്കാം. രണ്ടുപേരും കിടക്കും അവിടെ. തണുപ്പ് കൊണ്ട് ചുരുണ്ട് കൂടി കിടക്കുകയാണ്. നല്ല തണുപ്പാണ് കിടക്കാൻ. അവിടെ കിടന്നോ കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നിറയെ പട്ടിശല്യമുള്ള സ്ഥലമാണ് ഇന്നത്തെ കാര്യം. ഇതുവഴി അതുകൊണ്ടാണ് ഇപ്പോൾ 2 പേരുണ്ട് അവിടെ കിടക്കുക. ഇന്നത്തെ കാര്യം അതുകൊണ്ടാണ് ഇത് നടന്നു വരാത്തത്. നമുക്ക് രാവിലെ ലോറി JCB ആണ്. ഇത് കാണുമ്പോഴേ പേടിയാവും. സർവീസ് സ്റ്റേഷനാണിത്. ഈ ഗ്യാരേജ് എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുണ്ട്. ഈ മതിലിനപ്പുറം ഒരെണ്ണമുണ്ട്. പക്ഷേ പള്ളിയാണ്. ചർച്ച റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. വാഹനങ്ങളൊക്കെ ഇങ്ങനത്തെ ഇതിന് രാവിലെ പോയി തുടങ്ങി. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. രാവിലെ 5:30 കഴിഞ്ഞു കേട്ടോ. 5:30 മണി കഴിഞ്ഞ്. സാധാരണ ഈ സമയത്ത് അങ്ങനെ നടക്കാറില്ല. ഇന്ന് ഒരു ഉത്സാഹം, നടക്കാം. നല്ലതല്ലേ? ഒത്തിരി നാളായി രാവിലെ നടന്നിട്ട്. നേരത്തെ ഇതിലേക്ക് നടപ്പുകാർ ഈ മെയിൻ റോഡിൽ കൂടെ നമ്മുടെ അയലത്തു നിന്നൊക്കെ ഉള്ളൊരു എല്ലാം സ്ത്രീകളായാലും രാവിലെ വീട് തൊട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമായിരുന്നേ. പക്ഷേ ഒരിടക്കാലത്ത് കള്ളന്മാരുടെ ശല്യം, അതുപോലെ പട്ടിശല്യം, ഭയങ്കര പട്ടിശല്യമായിരുന്നു. ഇപ്പം പിന്നെ ഇച്ചിരി കുറവ്. ഇനിയിപ്പം പട്ടിയുണ്ട്, നിങ്ങൾ കണ്ടോണം. റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് കണ്ടോണം. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകാരണം ഈ പട്ടിശല്യം കൂടെ ഉള്ളത് കാരണം നടപ്പ് കുറേ അങ്ങ് നിർത്തി. ഒരിടക്കാലത്ത് മുഴുവൻ ആൾക്കാരും, എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ നടക്കാത്ത, ബാക്കി എല്ലാ ആൾക്കാരും നടക്കുമായിരുന്നു. രാവിലെ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനായി കേട്ടോ. സൗണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കേൾക്കാം ഈ അനൗൺസ്മെൻറ്റ്. നടക്കാവുന്ന ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ കാണുന്നതാണ് ഓവർബ്രിഡ്ജ്. ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ റെയിൽവേ പാളം. റെയിൽവേയുടെ അനൗൺസ്മെൻറ്റ് കേട്ടോ. ഓവർബ്രിഡ്ജ് എത്തി. മുകളിൽ കണ്ടോ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമാണ് കാണുന്നത്. മുകളിലോട്ട് നോക്കും. ഈ വഴിയും റെയിൽവേയുടെ അതായത് ഈ വഴിയും പോയിട്ടാൽ ആ വെളിച്ചം കാണുന്ന ഭാഗമുണ്ടല്ലോ, അതിലേ കൂടെയും കയറാം റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ഇതിലേയും പോകും, കയറാം, അതിലേ ഇറങ്ങി വരാം, പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഓർബിറ്റിനകത്തോട് പോവാണ്. ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്നു. സ്പെഷ്യൽ ബസ്സുകളുണ്ട് ഇഷ്ടത്തിന്. അതായത് ശബരിമല സീസൺ ആയതുകൊണ്ടേ. ഞങ്ങളുടെ റേഷൻ കടയാണ് ഞങ്ങൾ. ഈ കാണുന്ന കല്ലുവരമ്പിനുള്ള റോഡാണ്. അതായത് പാണ്ഡവമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലും ആ റോഡ്. നേരെ നമ്മൾ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇവിടെയുണ്ട് ഒരു കുരിശുടി. നോക്കൂ, പരിമല തിരുമേനിയുടെ ഒരു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എത്താറായി കേട്ടോ. ഇച്ചിരി ദൂരമുള്ളൂ. നമുക്ക് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. സൈഡ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ തിരക്ക് കുറവ്. നോക്ക്, ബസ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ? ഇതെല്ലാം ശബരിമലയ്ക്ക് പോകാൻ തീർത്ഥാടകരെ കൊണ്ടുവന്ന ബസ്സുകളാണ് കേട്ടോ. നോക്കാം. അവിടെ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡ് എത്തി.
ഇപ്പം സ്വാമിമാർ നടക്കുന്നുണ്ട് രാവിലെ. അവരുടെ ഉറങ്ങി എണീറ്റ് കുളിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ്, ചായ കുടിക്കാനും ഒക്കെ ആയിട്ട്. പ്രൈവറ്റ് സ്റ്റാൻഡായി കേട്ടോ. ഇതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. ആണ് പമ്പ ബസ്, പമ്പയ്ക്കുള്ള ബസ്സാണ്. സ്പെഷ്യൽ ബസ്സാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഒരെണ്ണം, അവിടെ ഒരെണ്ണം പോകുന്നുണ്ട്. ഇത് സ്റ്റാൻഡിനകത്ത് ഇപ്പോൾ സ്പെഷ്യൽ ഓട്ടോ ആയതുകൊണ്ടാണ് സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ കയറുന്നത്. അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡ് വരെ കൂടുതലും ബസ്സുകൾ വരുള്ളൂ. സ്റ്റാൻഡിനകത്തോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഇതാണ് നോക്കാം, വാഹനങ്ങളുടെ നിരനിരയായിട്ടുള്ള വാഹനങ്ങളുടെ പ്രവാഹമാണ് ശരിക്കും. നോക്കാം, ഇപ്പോൾ രാവിലത്തെ കാഴ്ച ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിളികളെല്ലാം ചിലയ്ക്കുന്നു. രാവിലെ കിളികളെല്ലാം ഉണർന്ന്, സ്വാമിമാരൊക്കെ രാവിലെ ഉറക്കം ഉണർന്ന് ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡ് ആവട്ടെ, ബിൽഡിങ്ങിൻ്റെ അകത്ത് ഉറക്കം ഉണർന്നിട്ട് രാവിലെ ചായ കുടിക്കാനും കുളിച്ചിട്ട് പോകാനും ഒക്കെ ആയിട്ട് ആളുകൾ ഉണർന്നു വരുന്നതേ ഉള്ളൂ. സ്വാമിയെ ശരണയ്യപ്പ. ഇതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. ബസ് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ? പ്രൈവറ്റ് സ്റ്റാൻഡ്, കടകൾ. സ്വാമിമാർ തൻ്റെ കൂട്ടത്തോടെ വന്നിട്ട് ചായ കുടിക്കാനായിട്ട് നിൽക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ. ചായ കുടിക്കുന്നു? കുടിച്ചു. രാവിലെ ചായ, ഞാൻ കാപ്പി കുടിച്ചു. പക്ഷേ രാവിലെ പുള്ളിക്കാരൻ ചായ കുടിച്ചില്ല. ചായ കുടിക്കുന്നെങ്കിൽ കുടിച്ചോട്ടെ, ഞാനിവിടെ നിൽക്കാം. രാവിലത്തെ വ്യൂ ആണ്. നീ ചായ വേണ്ട? വേണമെങ്കിൽ അതിനകത്ത് ട്രെയിനിന് കുടിച്ചു. സ്റ്റേഷനകത്ത് നിന്ന് താണ്ട് പമ്പയ്ക്ക് ബസ് പോകണു. കണ്ടോ, പമ്പയ്ക്കുള്ള ബസ്സാണ് പോണത്. അപ്പം അവിടെ പുറകിൽ നിരയായിട്ട് പുറകിലോട്ടുണ്ട് ബസ്സുകൾ. അതായത് സ്റ്റാൻഡിനകത്തോട്ട് കാണിച്ചു തരാം. നോക്ക്, സോറി, റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കാണിച്ചു തരാം. പുറകോട്ട് നോക്ക്, ബസ്സുകളിങ്ങനെ പുറകിലോട്ട് കിടപ്പുണ്ട്. കാർ പാർക്കിങ്ങോടെ. അപ്പം ഈ സീസണാവുന്ന സമയത്ത്, ശബരിമല സീസണാവുന്ന സമയത്ത് സ്പെഷ്യൽ ബസ്സുകൾ ഇഷ്ടത്തിന് കാണും. പമ്പയ്ക്കുള്ളതാണ് മൊത്തം ബസ് കൂടുതലും. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ശബരിമല എടുത്താവളം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ വന്നിട്ടാണ് സ്വാമിമാർ ശരിക്കും പോകുന്നത്. ഇവിടെ വന്ന് നേരെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ഷേത്രത്തിൽ തൊഴും. അതായത് ശിവപാർവതി ക്ഷേത്രം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അവിടെ അച്ഛനും അമ്മയാണല്ലോ, അവിടെ അച്ഛനമ്മ, അതായത് ശിവനും പാർവതി, അതുപോലെ ഗണപതി, അയ്യപ്പൻ, മുരുകൻ, അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട് ആ വലിയമ്പലത്തിനകത്ത്. അപ്പം അവിടെ കണ്ട് തൊഴുതിന് ശേഷം മാത്രമാണ് ഇവർ ശബരിമലയ്ക്ക് പോകുന്നത്. ചിലർ പോയിട്ട് തിരിച്ച് വന്നിട്ടും തൊഴാനായിട്ട് നിൽക്കും. ഇവിടെ താമസിച്ച് ഒരു ടൂറ് പോലെയാണ് എല്ലാവരും. പുറത്തുനിന്നുള്ളവർ, അതായത് കേരളത്തിന് പുറത്തുനിന്നുള്ളവർ ശരിക്കും ഒരു ടൂറ് പോലെ. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, അവർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടദൈവമാണ് ശബരിമല, ശ്രീ ധർമ്മശാസ്താവായ നമ്മുടെ അയ്യപ്പൻ. ഭയങ്കര ബഹളമാണ് പക്ഷികൾ. നമുക്ക് അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു. ഇനി സ്റ്റേഷനകത്തോട്ട് പോവാണേ. ടിക്കറ്റ് എടുക്കണം. രാവിലെ 2 ട്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നതല്ല, ഉണ്ട്. നോക്ക്, പമ്പ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടാണ് KSRTC ബസ്. ഇതിപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് ബസ് കയറ്റിയിടുന്നത്. ഇപ്പോൾ ഇത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വരാനേ. അത് കിടക്കുന്നു.
എന്താണ്ട് സ്വാമിമാർ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് കെട്ടുമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരുമുടിക്കെട്ട് തലയിൽ നിന്ന് താഴ്ത്തി വയ്ക്കാൻ പാടില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ മാത്രമേ താഴ്ത്തി വയ്ക്കാൻ പാടുള്ളൂ. അതാണ് സങ്കല്പം. അപ്പം ഇരുമുടിക്കെട്ട് താഴെ ഇറക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയ്ക്ക് പോയി മല ഇറങ്ങി വന്നതിന് ശേഷമാണ് കെട്ട് താഴ്ത്തുന്നത്. അങ്ങനെയാണ് സങ്കല്പം. വളരെ ഹാപ്പിയാണ് അവർ. അത് കുറേ പേര് വിരി വെച്ച് താഴെ കിടക്കുന്നു. കുറേ അയ്യപ്പന്മാർ. ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ, ടിക്കറ്റ് എടുക്കട്ടെ. അപ്പം അങ്ങനെ ടിക്കറ്റ് എടുത്തു. അതാണ് ടിക്കറ്റ് കൗണ്ടർ എൻക്വയറി റെയിൽവേ സ്റ്റേഷനാണ്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെയല്ല പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടുള്ള വഴിയാണ്. ഇത് മൂന്നാമത്തെ. നമ്മൾ കണ്ടില്ലേ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു റെയിൽവേ സ്റ്റേഷൻ ബാക്കിൽ കൂടെ കയറുന്ന വഴി കാണിച്ചില്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നപ്പോൾ. കണ്ട ആ എൻ്റെ ആണ് ആ കാണുന്നത്. ആ ഒരു കണ്ട റെഡ് കളറിൽ കാണുന്ന എഴുതി കാണിക്കില്ലേ, അതൊരു ബേക്കറിയാണ്. റോഡാണ് കേട്ടോ. അതിൽ പോയാൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് കയറാം നടന്ന്. ഇതാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള സ്റ്റെപ്പ്. നമ്മളങ്ങനെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറി. 2ഉം 3ഉം ആണ് ഇത്. അപ്പുറത്ത് 1, ഇപ്പുറത്ത് 2, ഇത് 3. ഇതാണ് സ്വാമിമാർ വിരി വയ്ക്കുന്നുണ്ട്, വിരി വെച്ച് കിടക്കുന്നുണ്ട്. നോക്ക് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് കിടന്നിരുന്നത്. ഇഷ്ടം പോലെ സ്വാമിമാർ. നേരം വെളുത്ത് അങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. സ്വാമിമാരൊക്കെ അവിടെ പ്ലാറ്റ്ഫോമിലെല്ലാം കിടക്കുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ വരുന്നിടത്തേക്ക് നടക്കുവാണ് കേട്ടോ. ദൂരെ കാണാം, വരുന്നത് കാണാം. നോക്ക്, അയ്യോ ഫാനിൻ്റെ കീഴിൽ വന്നാണ് ഇത്. തണുത്തിട്ട് ഇനി ഇവിടെ ഇരിക്കണ്ട. നമുക്ക് പ്ലാറ്റ്ഫോം കാണണം. നോക്ക് അവിടെ സ്വാമിമാർ അവിടെ ഷീറ്റൊക്കെ വിരിച്ച് താഴെ പ്ലാറ്റ്ഫോമിൽ വെറും നിലത്ത് കിടക്കുകയാണ്. നോക്ക് നോക്ക് അങ്ങോട്ട് വിശ്രമ കേന്ദ്രം അവിടെയുണ്ട്. അവർക്കായിട്ട് പ്രത്യേകം വേറെ ഇടമുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഷെൽട്ടർ അപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ ടൗണിലെല്ലാം നിറയെ ഹോട്ടലുകളെല്ലാം ഫുള്ളാണ്. ഇവർക്ക് താമസിക്കാൻ. അതായത് ഇവിടെ വരാതെ ആരും പോവില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നെങ്കിൽ മാത്രമേ പമ്പയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഇത്രയ്ക്ക് തിരക്ക്. അപ്പം ഇവിടെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് ശബരിമല ഇടത്താവളം എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ വന്നു തുടങ്ങി. ഇതാണ് പാലരുവി. പാലരുവിയാണ്. പാലരുവി അതായത് പാലക്കാട് വഴി പാലക്കാട് വരെ പോകുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് വരെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കയറാം. ചോദിച്ചവിടെ തൃപ്പൂണിത്തുറ ചോദിച്ചു ചോദിച്ചു നോക്ക്. ആണോ റിസർവേഷൻ ആണോ? അതല്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞ എന്നാന്നറിയാമോ? ചോദിക്കാൻ പറഞ്ഞത് തൃപ്പൂണിത്തുറ വഴിയാണോ ചോദിക്കാൻ, TTR ചോദിക്കാനാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കയറട്ടെ. കമ്പാർട്ട്മെൻറ്റ് മാറി കയറി പൊക്കോട്ടെ. ഒന്ന് ഇതാണ്ട് ഇത് ഇങ്ങോട്ട് പോലും
ശരി ശരി പോണേ. ആളുണ്ടോ അവിടെ? ഉണ്ടോ ഇവിടെ? ആളുണ്ടോ? கம்பெனி வேலைக்கு போகிறேன் எறணாகுளம் வரைக்கும் இல்லை மேலே ஏதாவது தடுக்க கூட்டம் அந்த கூட்டம் அந்த கூட்டம் அதுகளும் ஃபோனை கையில் வச்சுக்கிட்டாங்க. இல்லை சவுண்ட் மூணு வாட்டி ഇങ്ങനെ കയറിയിട്ടോ സീറ്റ് കിട്ടി ഇരുന്നു. ഇനി തൃപ്പൂണിത്തുറ ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് എല്ലാം കാണുക.